ഇനി ലൈഫ് സ്റ്റൈൽ ഇൻ USA. വ്യത്യസ്തമായ ദൃശ്യാനുഭവമാണ് ഈ ആഴ്ചത്തെ ലൈഫ് സ്റ്റൈലിൽ. അമേരിക്കയിൽ ഏറ്റവും ജനപ്രീതിയുള്ള പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ ലീഗാണ് NBA. കഴിഞ്ഞ വാരം ന്യൂജേഴ്സി നെറ്റ്സും മയാമി ഹീറ്റ്സും തമ്മിൽ നടന്ന മത്സരത്തിൽ അപൂർവമായ ഇന്ത്യൻ പങ്കാളിത്തം ശ്രദ്ധേയമായി. മത്സരത്തിൻ്റെ ഇടവേളയിൽ ബീന മേനോന്റെ നേതൃത്വത്തിലുള്ള കലാശ്രീ സ്കൂൾ ഓഫ് ആർട്സിലെ കുട്ടികൾ ഇന്ത്യൻ നൃത്തരൂപങ്ങൾ കാഴ്ചവെച്ചത് കാണികൾക്ക് പുതിയൊരു അനുഭവമായി. ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ NBA മത്സരത്തിലെ ഇന്ത്യൻ നൃത്തങ്ങളുടെ നിറപ്പുകൾ. അമേരിക്കയിലെ നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ്റെ ന്യൂജേഴ്സി ടീമാണ് ന്യൂജേഴ്സി നെറ്റ്സ്. ന്യൂജേഴ്സി നെറ്റ്സിൻ്റെയും മയാമി ഹീറ്റിൻ്റെയും തമ്മിലുള്ള ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ ഞങ്ങൾക്ക് ഒരു നൃത്തം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചു. നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ഈ ന്യൂജേഴ്സി നെറ്റ്സിന് വേണ്ടിയിട്ട് പല എത്നിക് ഗ്രൂപ്പിനുള്ള കൾച്ചറൽ ഡാൻസസ് സെലക്ഷൻ നടക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഇന്ത്യൻ ഡാൻസ് പ്രോഗ്രാം അന്വേഷിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു 3 മാസത്തോളം എടുത്തു ഇത് മുഴുവനും കൊറിയോഗ്രാഫ് ചെയ്ത് കുട്ടികളെ പഠിപ്പിച്ചെടുത്ത് കോസ്റ്റ്യൂം ശരിയാക്കി ഒരു ഫുൾ ഫ്ലെഡ്ജ് റിഹേഴ്സലും എല്ലാം കഴിഞ്ഞ് അവിടെ അവതരിപ്പിക്കാനായിട്ട് ഒരു 3 മാസം എടുത്തു ട്രെയിനിങ് ചെയ്യാൻ. പഞ്ചാബി, ഗുജറാത്തി കുട്ടികൾ, തമിഴ്, തെലുങ്ക് കുട്ടികൾ, ഇന്ത്യൻ കുട്ടികൾ മാത്രമല്ല ഗയാന, വെസ്റ്റ് ഇൻഡീസിൽ നിന്നുള്ള കുട്ടികളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായി. ഏകദേശം 15-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളാണ് അധികം പെർഫോം ചെയ്തത്. ഈ നൃത്തത്തിന് നിരവധി പാട്ടുകളുടെ, സിനിമാ പാട്ടുകളുടെ ഒരു കോമ്പിനേഷനായിരുന്നു. ഡോലാരേ എന്ന പാട്ടിൽ തുടങ്ങിയിട്ട് ജയ് ഹോ എന്ന പാട്ട് വെച്ച് കൺക്ലൂഡ് ചെയ്തു. വളരെ നല്ല അഭിപ്രായമായിരുന്നു ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ. NBA എക്സിക്യൂട്ടീവ്സ് പോലും വന്ന് ഒന്നും കൂടി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം ന്യൂജേഴ്സി നെറ്റ്സും LA ലേക്കേഴ്സും തമ്മിലുള്ള മത്സരത്തിൽ, ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ ഈ ഡാൻസ് അവതരിപ്പിക്കണമെന്ന്. ഇത് പ്രത്യേകമായിട്ടുള്ള ഒരു കൊറിയോഗ്രാഫി ആയിരുന്നു. ഒന്നാമത് സ്റ്റേജ് അല്ലായിരുന്നു, ഇത് വലിയൊരു ഓഡിറ്റോറിയം ആയ കാരണം 4 വശത്തും ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾക്ക് കാണാനായിട്ട്. അപ്പോൾ കൊറിയോഗ്രാഫി തന്നെ 4 വശത്തും ആൾക്കാർക്ക് കാണാൻ പറ്റിയ പോലെ ഒരു കൊറിയോഗ്രാഫി ആയിരുന്നു. അതുമാത്രമല്ല പല കോസ്റ്റ്യൂംസ്, പല ഡിഫറെൻറ്റ് കളർ കോസ്റ്റ്യൂംസിലായിരുന്നു ഈ കുട്ടികൾ നൃത്തം ചെയ്തിരുന്നത്. അപ്പോൾ ഓരോ ഭാഗത്ത് ഈ കുട്ടികൾ ആ പല കളേഴ്സ് കാണിക്കാനായിട്ട് അങ്ങനത്തെ ഒരു കൊറിയോഗ്രാഫി, സ്കെച്ചും എല്ലാം മാറ്റിക്കൊണ്ടിട്ടുള്ള ഒരു കൊറിയോഗ്രാഫി ആയിരുന്നു. ഇതിൻ്റെ പ്രചോദനം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ നൃത്തം എന്ന് പറയുന്നത് തന്നെ പല ഡാൻസുകളും പല ഫോംസും വരുമ്പോൾ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ്. അപ്പോൾ ഈ പ്രസൻറ്റേഷൻ മാത്രമല്ല നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. അത് എങ്ങനെ നമ്മളിപ്പോൾ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിൽ, ഒരു കളി കളിക്കുന്ന ഒരു കോർട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഡാൻസ് അവതരിപ്പിക്കാൻ പോകണമെന്നുള്ളത് ഇപ്പോൾ ഒരു കൊറിയോഗ്രാഫറിന് അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വേറെ ഒരു രീതിയിൽ കാണാനും വേറൊരു ലെവലിൽ ഈ ഡാൻസ് കൊണ്ടുപോകാനും പോലും ഒരു കൊറിയോഗ്രാഫിക്ക് പറ്റിയ ഒരു സ്ഥലമല്ലെങ്കിലും അവിടെ നമ്മളത് ഭംഗിയാക്കി എടുക്കുന്നതാണ് നമ്മുടെ ചാലഞ്ചായിട്ട് അവിടെ നമ്മൾ കാണുന്നത്. ഇത് നല്ലൊരു അനുഭവമായിരുന്നു. കുട്ടികളെ കൊണ്ടുപോയി ഡാൻസ് പഠിപ്പിച്ച് അവിടെ അവതരിപ്പിക്കാൻ പറ്റിയതും NBA എക്സിക്യൂട്ടീവ്സായിട്ട് സംസാരിച്ച് ഇതെല്ലാം ശരിയാക്കി എടുക്കാനും അവർക്കും അത് വലിയൊരു പുതിയൊരു അനുഭവമായിരുന്നു. ഇനി അമേരിക്കൻ മലയാളികളുടെ വാർത്തകളും വിശേഷങ്ങളും ഉൾപ്പെടുത്തിയ കമ്മ്യൂണിറ്റി റൗണ്ട് അപ്പ്.
വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ന്യൂയോർക്കിലെ മാവേലി മൂവീസിൽ മലയാളം ഹിന്ദി സിനിമകളുടെ പ്രദർശനം നടത്തി. തങ്ങളുടെ സഹോദരങ്ങളെക്കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരാകുകയും അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാനായിട്ടും അവരുടെ സാമ്പത്തികമായ സഹായങ്ങളിലൂടെ അവരെ ഉദ്ധരിക്കുവാനുമായിട്ട് പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സംഘടനയാണ് സെൻറ്റ് വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി. ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ സമൂഹത്തിന് സഹായിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുപോലെയുള്ള സംരംഭങ്ങൾക്ക് എപ്പോഴും മാവേലി നിങ്ങളോട് സഹകരിക്കുന്നതാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ സമൂഹത്തിന് ആവശ്യമാണ്. ബോഡി ഗാർഡ്, മൈ നെയിം ഇസ് ഖാൻ തുടങ്ങിയ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ഈ പ്രദർശനത്തിൽ നിന്നുള്ള വരുമാനം വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതുപോലെയുള്ള പല പരിപാടികൾക്കും ഇനിയും പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള ഞങ്ങൾ പല പരിപാടികൾ കൊണ്ടുവരികയും അത് ചാരിറ്റിക്കും മറ്റുള്ള പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ കൊടുക്കുന്നതുമായിരിക്കും. ഈ ഫിലിം ഷോയിൽ വന്ന് സഹകരിച്ച എല്ലാ നല്ലവരായ ആളുകൾക്കും ഗാർഫീൽഡ് മിഷൻ്റെ കീഴിലുള്ള വിൻസെൻ്റ് ഡി പോളിൻ്റെ പേരിലുമുള്ള എല്ലാ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. It is our honor to be a part of this charity event. അമേരിക്കൻ മലയാളി സ്ഥാപനമായ സിത്താർ പാലസ് റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനം ന്യൂയോർക്കിലെ ഓറഞ്ച് ബർഗിൽ നടന്നു. സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. Our sincere thanks to His Grace Archbishop Mons Silvanus, Ayub of Planaya Diocese, and our priest Reverend Thomas Abraham. Anup, Shaji and I would also like to thank our dear family and friends for the support over the years. ഈസ്റ്റ് മിൽസ്റ്റോൺ സെയിൻറ്റ് തോമസ് സീറോ മലബാർ ചർച്ചിൻ്റെ പാരിഷ് നൈറ്റ് വർണ്ണാഭമായി കൊണ്ടാടി. ഇതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി. US വീക്ക്ലി റൗണ്ടപ്പിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പതിവ് പോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കണം. ഞങ്ങളുടെ വിലാസം usroundup@asianetworld.tv. വ്യത്യസ്തമായ പല സെഗ്മെൻറ്റുകളുമായി US വീക്ക്ലി റൗണ്ടപ്പ് വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ മുന്നിലെത്തും. Be sure to join us then. I'm Krishna Kishore. Goodbye.